വി ഡി സതീശന്റെ പുതിയുഗയാത്ര തടയുമെന്നാണ് SFI നേതാവ് PM ആർഷോ വെല്ലുവിളിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണം നടത്തിയെന്നാരോപിച്ചാണ് ആർഷോ നേരത്തെ പ്രകോപന പ്രസംഗം നടത്തിയിരിക്കുന്നത്. നിലവിൽ വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗയാത്ര കൊല്ലത്തെത്തിക്കഴിഞ്ഞു. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ആർഷോയുടെ പ്രസംഗം എത്തിയത്. ആർഷോയുടെ പൊട്ടത്തരത്തിന് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് വി ഡി സതീശൻ. ഒറ്റവാക്കിൽ ആർഷോയുടെ അടക്ക് സതീശൻ നടത്തിയെന്നാണ് കോൺഗ്രസ് സൈബറിടങ്ങളിൽ പറയുന്നത്. ആർഷോയ്ക്കിട്ട് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി DYFIയുടെയും SFIയുടെയും പല നേതാക്കന്മാർ സതീശനെ വെല്ലുവിളിക്കുന്നുണ്ട്. അവർക്കെല്ലാമുള്ള മറുപടിയാണ് സതീശനിൽ നിന്നുണ്ടായത്. ചോട്ടാ സഖാക്കന്മാരുടെ വെല്ലുവിളി ചൂണ്ടിക്കാട്ടിയപ്പോൾ ചിരിപ്പിക്കാതെ പോടാ ചെറുക്ക ഈ ഒറ്റ ഡയലോഗിൽ DYFIക്കാരെ ഓടിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ആർഷോ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രവർത്തകർ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്നത് ന്യായീകരിക്കാൻ സാധിക്കില്ല. KSUവിന്റെ അടി മന്ത്രിക്ക് കൊള്ളുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾ പുതിയുഗയാത്ര തടഞ്ഞോ എന്നും അല്ലാത്ത പക്ഷം വി ഡി സതീശന് വട്ടം നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചടിക്കുമെന്നുമെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ രംഗത്ത് വന്നത് കണ്ണൂരിലെ DYFI നേതാക്കളാണ്. മന്ത്രി വീണയ്ക്കെതിരെ സമരം നടത്തിയ KSU പ്രവർത്തകർ എല്ലാ കാലവും ജയിലിലും പോലീസ് സ്റ്റേഷനിലും കിടക്കില്ലെന്നും പുറത്തിറങ്ങുന്ന പക്ഷം DYFI അവരെ പ്രതിരോധിക്കുമെന്നുമാണ് ഇടതു നേതാക്കളുടെ കൊലവിളി പ്രസംഗം. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ചേർന്ന ഇടതുപക്ഷത്തിന്റെ യോഗങ്ങളിലാണ് ആളാകാൻ കുട്ടി സഖാക്കന്മാർ പുതിയുഗയാത്ര തടയുമെന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുണ്ടായത്. അവർക്കെല്ലാം ഒറ്റവാക്കിൽ സതീശൻ മറുപടി പറഞ്ഞു കളഞ്ഞു. ഒന്ന് ചിരിപ്പിക്കാതെ പോടാ ചെറുക്ക. സതീശന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അല്ലല്ലോ അത് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ പരിപാടി അല്ലല്ലോ. DYFIയുടെ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് MLA പോയതല്ലല്ലോ, ഗവൺമെന്റ് പരിപാടിക്ക് പോയത്. തീർച്ചയായിട്ടും. പക്ഷെ അത് ആ പരിപാടിയുടെ ഗ്രേസ് കളഞ്ഞു. ആ പരിപാടിക്ക് കിട്ടേണ്ട ഒരു ഗ്രേസ് ഉണ്ട്. നമ്മൾ ഒരാളുകൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുക്കുന്നു. ആ വീട് പണി എല്ലാവരും കൂടി സഹായിക്കും. ഞങ്ങളുടെ അടക്കം പൈസ ഉണ്ട്, എന്റെയും വിഷ്ണുവിന്റെ ഒക്കെ പൈസ ഉണ്ട്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താണ്, എല്ലാവരും പൈസ കൊടുത്താണ്, എല്ലാവരുടെയും പണമുണ്ട്, നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പണമുണ്ട്, കർണാടക ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പണമുണ്ട്. ഇതെല്ലാം ചെയ്തൊരു നല്ല കാര്യമല്ലേ ഒരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ. ആ പരിപാടിയുടെ ഗ്രേസ് സർക്കാർ തന്നെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ തന്നെ ആ പരിപാടി വഷളാക്കി. അതിനെനിക്ക് ഒറ്റ മറുപടിയുണ്ട്. എന്റെ മുട്ടുകാല് വെല്ലുവിളിക്കുന്നു, അതിന് ഒറ്റ മറുപടിയുണ്ട്. ഒന്ന് ചിരിപ്പിക്കാതെ പോടാ ചേർക്കാൻ.